കോർഡിനേഷൻ കോംപ്ലക്സസ് എന്ന 9ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോർഡിനേഷൻ കോംപ്ലക്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം, നാച്ചുറൽ ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് ഒക്കെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. അതുപോലെ വിറ്റാമിൻ B12 കൊബാൾട്ടിൻ്റെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. അതുപോലെ ക്ലോറോഫിൽ ഒരു മഗ്നീഷ്യത്തിൻ്റെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇനി കോർഡിനേഷൻ കോംപ്ലക്സസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന് ഉദാഹരണമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. CONS3 6 times Cl3. ഈ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സെൻട്രൽ ആയിട്ടുള്ള ഒരു മെറ്റൽ ആറ്റം അല്ലെങ്കിൽ ഒരു അയോൺ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോൺ. അതിന് ചുറ്റും അതിനോട് കോർഡിനേറ്റ് ചെയ്തിരിക്കും. കോർഡിനേഷൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഒരാറ്റം തന്നെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ കോവലന്റ് ബോണ്ടിലുള്ള 2 ഇലക്ട്രോണുകളും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു കോർഡിനേറ്റ് ബോണ്ട്. അപ്പൊ ഈ 6 NH3 ഗ്രൂപ്പുകൾ കൊബാൾട്ടുമായിട്ട് എന്ത് ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്തിരുന്നത്. ഈ കോർഡിനേറ്റ് ബോണ്ടുകൾ ആരോ ഉള്ള ഒരു ലൈനായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ NH3യിൽ നിന്ന് COയിലേക്ക് നമ്മൾ ആരോസ് വരച്ചു കഴിഞ്ഞാൽ അതൊരു കോർഡിനേറ്റ് ബോണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ അത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ളതാണ് എന്താണ് കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറയുന്നത്. കോർഡിനേഷൻ എൻറ്റിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ സ്ഫിയർ. അതിന് പുറത്തുള്ള അയോണുകൾ ഇപ്പോൾ 3 Cl- അയോൺ ഉണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ Cl3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവയെ നമ്മൾ എന്താണ് കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കും. അപ്പോൾ കോർഡിനേഷൻ കോംപ്ലക്സ് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ മെറ്റൽ അയോൺ മെറ്റൽ ആറ്റം ഓർ അയോൺ ഈസ് കോർഡിനേറ്റഡ് ടു എ നമ്പർ ഓഫ് ലിഗാൻസ്. ലിഗാൻസ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ the charge of the complex ion is balanced by the counter ions. അപ്പോൾ ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് ആണ്, ലിഗാൻഡുകൾ NH3കളാണ്, അത് ഇതുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ പുറത്ത് 3 കൗണ്ടർ അയോൺസ്, 3 ക്ലോറൈഡ് അയോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ വിളിക്കുക കോർഡിനേഷൻ കോംപ്ലക്സ്. ഇനി അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ലിഗാൻഡ് ഏതാണ്? കൗണ്ടർ അയോൺ 3Cl- അയോൺസ് ആണ്. ഇതിനിപ്പോൾ ഈ കോർഡിനേഷൻ കോംപ്ലക്സുകളുടെ ആദ്യത്തെ ഒരു തിയറി ഉണ്ട്. അതിന് വെർണേഴ്സ് തിയറി ഓഫ് കോർഡിനേഷൻ. വെർണർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത തിയറിയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, അതിനിപ്പോൾ ഈ വെർണേഴ്സ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി കോർഡിനേഷൻ കോംപ്ലക്സ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ പോസസ് 2 types ഓഫ് വാലൻസീസ്. 2 ടൈപ്പ് വാലൻസികളുണ്ട്, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണിന് 2 ടൈപ്പ് വാലൻസികളുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ഇനി പ്രൈമറി വാലൻസി എന്തിനു തുല്യമായിരിക്കും? ഈ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പറിന് തുല്യമായിരിക്കും. ഈ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിരിക്കും. ഒന്നെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോൺസ് മാത്രമായിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്ന നെഗറ്റീവ് അയോൺസ് മാത്രമായിരിക്കും. അതുപോലെ എന്താണ് ഈ പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ നമ്പറിന് തുല്യമാണ്, ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് അതിന്റെ കോർഡിനേഷൻ നമ്പറിന് തുല്യമായിരിക്കും. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡുകളുമായി എത്ര കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡറി വാലൻസി എന്തിനു തുല്യമായിരിക്കും? അതിന്റെ കോർഡിനേഷൻ നമ്പറിന് തുല്യമായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലിഗാൻഡുകളായിരിക്കും. ഈ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ലിഗാൻഡുകളായിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡറി വാലൻസി ഈസ് ഡയറക്റ്റഡ് ടു ഡിഫറെന്റ് ഡയറക്ഷൻസ് ഇൻ സ്പേസ്. അപ്പോൾ ഈ സെക്കൻഡറി വാലൻസി അങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുമൊന്നുമല്ല, പ്രത്യേക ഡയറക്ഷൻസിൽ പോയിന്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്തിന് കാരണമാകും? ഈ കോംപ്ലക്സിന്റെ ജിയോമെട്രി അല്ലെങ്കിൽ ഷേപ്പിനെ കാരണമാകും. സെക്കൻഡറി വാലൻസി സ്പേസിലെ വ്യത്യസ്ത ഡയറക്ഷനുകളിൽ തിരിഞ്ഞിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യും. അതെന്തിന് കാരണമാകും? കോംപ്ലക്സിന്റെ ഷേപ്പിന് അല്ലെങ്കിൽ ജിയോമെട്രിക്ക് കാരണം. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള ജിയോമെട്രികൾ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഒന്നുകിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനർ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ജിയോമെട്രികൾ.
അപ്പോൾ എന്താണ് സെക്കൻഡറി വാലൻസി വ്യത്യസ്ത ഡയറക്ഷനിൽ തിരിഞ്ഞിരിക്കും. അപ്പോൾ എന്തിനു കാരണമാകും? കോംപ്ലക്സിന്റെ ഷേപ്പിന് അല്ലെങ്കിൽ ജോമെട്രിക്ക് കാരണമാകും. അപ്പോൾ വെർനേഴ്സ് തിയറി ഒന്നുകൂടെ പറയാം. എന്താണ് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് 2 ടൈപ്പ് വാലൻസികളുണ്ട്. ഒന്നാമത്തെ വാലൻസി പ്രൈമറി വാലൻസി എന്ന് വിളിക്കും. അത് ഓക്സിഡേഷൻ നമ്പറാണ്, അല്ലെങ്കിൽ ആ മെറ്റൽ പോസസ് ചെയ്യുന്ന ചാർജിന് തുല്യമായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ഏത് അയോൺസ് വേണം? നെഗറ്റീവ് അയോൺസ് വേണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വാലൻസിയാണ്. സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പറിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ആ മെറ്റലാറ്റം ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലിഗാൻഡുകളാണ്. ഇനി സെക്കൻഡറി വാലൻസി സ്പേസിലെ പ്രത്യേക ഡയറക്ഷനിൽ തിരിഞ്ഞിരിക്കും. ഇത് കോംപ്ലക്സിന്റെ ഷേപ്പിന് അല്ലെങ്കിൽ ജോമെട്രിക്ക് കാരണമാകും. ഇനി ഈ കോർഡിനേഷൻ സ്ഫിയർ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു, സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള എന്താണോ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നത്, അതായത് സെൻട്രൽ മെറ്റലാറ്റവും ലിഗാൻഡുകളുമാണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നത്. അപ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റികളെ മൊത്തമായിട്ട് നമ്മൾ എന്ത് വിളിക്കും? കോർഡിനേഷൻ സ്ഫിയർ എന്ന് വിളിക്കും. കോർഡിനേഷൻ സ്ഫിയർ. ഇനി ലിഗാൻസ് എന്താണ്? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഏതായിരുന്നു ലിഗാൻഡ്? അമോണിയ ആയിരുന്നു ലിഗാൻഡ്. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ അയോണുകളോ ആകാം, which are coordinated to the central metal atom. അപ്പോൾ ligands are atoms, ions or groups which are coordinated to the central metal atom. സെൻട്രൽ മെറ്റൽ ആറ്റത്തോട് കോർഡിനേറ്റ് ചെയ്യുന്ന ആറ്റങ്ങളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ അയോണുകളെയാണ് നമ്മൾ വിളിക്കുക ലിഗാൻഡ്സ്. ഈ ലിഗാൻഡിന്റെ എത്ര കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അതിന്റെ ഡെൻസിറ്റി ആയിട്ടാണ് പറയുന്നത്. ഡെൻസിറ്റി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പല ഡെൻസിറ്റിയുള്ള ലിഗാൻഡ്. ഒന്നാമത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ്. അപ്പോൾ അതിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡിന്റെ പ്രത്യേകത ഓൺലി 1 കോർഡിനേറ്റ് ബോണ്ട് ഫോംഡ്, അല്ലെങ്കിൽ ഒരു ഡോണർ ആറ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു ഡോണർ ആറ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള ലിഗാൻഡുകളെയാണ് വിളിക്കുക മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ്, അല്ലെങ്കിൽ വിച്ച് ക്യാൻ ഫോം ഓൺലി 1 കോർഡിനേറ്റ് ബോണ്ട് വിത്ത് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ. പിന്നെ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് Cl- ഉണ്ട്, Br-, OH-, NH3H2. ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്? മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സിന് ഉദാഹരണമാണ്. ഇനി ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്, അതിന് ചിലപ്പോൾ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കും. എത്ര കോർഡിനേറ്റ് ബോണ്ടുകൾ ഫോം ചെയ്യായിരിക്കും? 2 കോർഡിനേറ്റ് ബോണ്ടുകൾ, അല്ലെങ്കിൽ വിച്ച് പോസസ് 2 ഡോണർ ആറ്റം. 2 ഡോണർ ആറ്റങ്ങളുള്ള, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ പെയറിനെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ആറ്റങ്ങളുള്ള ലിഗാൻഡുകളെയാണ് വിളിക്കുക ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്, അല്ലെങ്കിൽ വിച്ച് ക്യാൻ ഫോം 2 കോർഡിനേറ്റ് ബോണ്ട്സ്. ഉദാഹരണം ഓക്സലേറ്റോ. അപ്പോൾ ഈ ഓക്സലേറ്റോയിൽ ഈ 2 ഇപ്പൊ നെഗറ്റീവ് ചാർജുള്ള ഈ 2 ഓക്സിജൻ ആറ്റങ്ങളാണ് ഡോണർ ആറ്റങ്ങളായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഈഥൈൻ 1,2 ഡയാമിൻ, അല്ലെങ്കിൽ അതിനെ എത്തിലീൻ ഡയാമിൻ എന്ന് വിളിക്കും. എത്തിലീൻ ഡയാമിൻ അല്ലെങ്കിൽ ഈഥൈൻ 1,2 ഡയാമിൻ. അപ്പൊ അതിനകത്ത് ഈ ഡോണർ ആറ്റങ്ങളായിട്ടുള്ള ഈ ലോൺ പെയർസ് ഉള്ള 2 നൈട്രജൻ ആറ്റങ്ങളാണ്. ലോൺ പെയർസ് ഉള്ള 2 നൈട്രജൻ ആറ്റംസ് ആണ് ഡോണർ ആറ്റംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും എന്തിന് ഉദാഹരണമാണ്? ഡൈഡെൻഡേറ്റ് ലിഗാൻഡിന്. ഇനി പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. പോളിഡെൻഡേറ്റ് ആണെങ്കിൽ വിച്ച് പോസസ് മോർ ദാൻ 2 ഡോണർ ആറ്റംസ്. 2-ലധികം ഡോണർ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കും പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. ഉദാഹരണം EDTA. അതിന്റെ ഫുൾ നെയിം എത്തിലീൻ ഡയാമിൻ ടെട്രാസെറ്റേറ്റ് അയോൺ എന്നാണ്. എത്തിലീൻ ഡയാമിൻ ടെട്രാസെറ്റേറ്റ് അയോൺ. അതിന്റെ സ്ട്രക്ചർ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. NCH2CH2N, പിന്നെ അതിന്റെ എൻഡില് CH2CO-, CH2CO-, ഈ എൻഡിലും CH2CO-, CH2CO-. ഇതിന് എത്ര ഡോണർ ആറ്റങ്ങളുണ്ട്? മൊത്തം 6 ഡോണർ ആറ്റം. ഈ എൻഡിലെ എല്ലാം ഓക്സിജൻ ആറ്റങ്ങളെല്ലാം, ഈ എൻഡിലെ 4 ഓക്സിജൻ ആറ്റങ്ങളെല്ലാം ഡോണർ ആറ്റംസ് ആണ്. അതുപോലെ ഈ 2 നൈട്രജനും ഡോണർ ആറ്റംസ് ആണ്. അപ്പൊ ടോട്ടൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതിന് എത്രയാണ്? 6 ആണ്. അപ്പോൾ എത്തിലീൻ EDTA എന്ന് പറയുന്നത് എന്തിനു ഉദാഹരണമാണ്? ഒരു പോളിഡെൻഡേറ്റ് അല്ലെങ്കിൽ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡിന് ഉദാഹരണമാണ്. അടുത്തത് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്നുള്ള. ആംബിഡെൻഡേറ്റ് ഇപ്പൊ ചില മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളുടെ പ്രത്യേകത അവയ്ക്ക് 2 ഡോണർ ആറ്റങ്ങളുള്ള മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളാണ്. ഉദാഹരണം CN- NC-. അപ്പൊ ആദ്യത്തേല് C ആണ് കോർഡിനേറ്റിംഗ് ആറ്റം, രണ്ടാമത്തെ N ആണ് കോർഡിനേറ്റിംഗ് ആറ്റം. അപ്പൊ ആദ്യത്തേല് നമ്മള് സൈനോ എന്ന് വിളിക്കും, രണ്ടാമത്തേന് ഐസോ സൈനോ എന്ന് വിളിക്കും. ഇത് രണ്ടും ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരേ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് തന്നെ വ്യത്യസ്ത ഡോണർ ആറ്റങ്ങളാണെങ്കിൽ അത് ഡിഫറെന്റ് ലിഗാൻഡ്സ് ആയിരിക്കും.
അപ്പോൾ അതിനെയാണ് വിളിക്കുക ആംബിഡന്റ്. അതുപോലെ NO2 മൈനസ്, അവിടെ N ആണ് കോർഡിനേറ്റിംഗ് ആറ്റം എങ്കിൽ അതിനെ നൈട്രിറ്റോ N എന്ന് വിളിക്കും. O ആണ് കോർഡിനേറ്റിംഗ് ആറ്റം എങ്കിൽ അതിനെ എന്ത് വിളിക്കും? നൈട്രിറ്റോ O എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ട് ലിഗാൻഡുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആംബിഡന്റ് ലിഗാൻഡ്സ് എന്ന് വിളിക്കാം. അതുപോലെ CNSഉം SCN മൈനസ് എന്ന് പറഞ്ഞാൽ തയോസൈനേറ്റോ, CNS എന്ന് പറഞ്ഞാൽ ഐസോ തയോസൈനേറ്റോ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ആംബിഡന്റ്. അപ്പോൾ ഒരേ മോണോഡെൻഡേറ്റ് ലിഗാൻഡിന് തന്നെ വ്യത്യസ്ത ഡോണർ ആറ്റങ്ങളാണെങ്കിൽ അവയെ എന്ത് വിളിക്കും? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. ഇനി കീലേറ്റിംഗ് ലിഗാൻഡ്സ്. അടുത്ത കീലേറ്റിംഗ്. ഇപ്പോൾ ചില ലിഗാൻഡുകൾ, ഉദാഹരണം ഓക്സലേറ്റോ, അതുപോലെ എത്തിലീൻ ഡയാമിൻ, അതിലൂടെ EDTA. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തോടെ വ്യത്യസ്ത ആറ്റങ്ങൾ ഉപയോഗിച്ച് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യും. അങ്ങനെയുള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കീലേറ്റിംഗ് ലിഗാൻഡ്സ് എന്ന് വിളിക്കുക. ലിഗാൻഡ്സ് വിച്ച് ഫോംസ് എ റിംഗ് സ്ട്രക്ചർ വിത്ത് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ഈസ് കോൾഡ് കീലേറ്റിംഗ് ലിഗാൻഡ്. എക്സാമ്പിൾ ഓക്സലേറ്റോ, എത്തിലീൻ ഡയാമിൻ, EDTA. ഇതെല്ലാം എന്താണ്? കീലേറ്റിംഗ് ലിഗാൻഡുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത അപ്പോൾ നമ്മൾ കീലേറ്റിംഗ് ലിഗാൻഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ligands which can form ring structure with the central metal atom. അപ്പോൾ റിംഗ് സ്ട്രക്ചർ ഉണ്ടാകാനുള്ള കാരണം തന്നെ വ്യത്യസ്ത ഡോണർ ആറ്റങ്ങൾ ഏതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ഒരേ ലിഗാൻഡിലെ വ്യത്യസ്ത ഡോണർ ആറ്റങ്ങൾ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അല്ലെങ്കിൽ അയോണുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് റിംഗ് സ്ട്രക്ചർ ഉണ്ടാകാനുള്ള കാരണം. ഉദാഹരണം EDTA, അതുപോലെ എത്തിലീൻ ഡയാമിൻ, ഓക്സലേറ്റ്, ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇനി ഒരു കോർഡിനേഷൻ കോംപ്ലക്സും ഒരു ഡബിൾ സോൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു കോംപ്ലക്സ് അയോൺ ഫോംസ് ഓൺലി 2 അയോൺസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എത്ര അയോൺസ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ? 2 അയോൺസ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ കോംപ്ലക്സ് അയോൺ ഫോം ഓൺലി 2 അയോൺസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഉദാഹരണം CONS3Cl3. അത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ CONS3 6 times 3+ എന്നൊരു കോംപ്ലക്സ് അയോണും അതുപോലെ 3Cl- അയോൺസും മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. Cl- അയോൺസ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ അയോൺസ് ആണ്. കൗണ്ടർ അയോൺസ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ FeSO4 എന്താണ്? ഈ ഒരു ഡബിൾ സോൾട്ടിന് ഉദാഹരണം മോർ സോൾട്ട് ആണ്. മോർ സോൾട്ട് നമ്മുടെ ടൈട്രേഷനൊക്കെ ചെയ്യാനുള്ളതാണ്. മോർ സോൾട്ട് FeSO4 NH4 2 SO4 5 H2O. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ Fe2+ അയോൺസും ഉണ്ടാകും. അതുപോലെ SO4 2- അയോൺസ്. SO4 2- അയോൺസ് രണ്ടെണ്ണം ഉണ്ടാകും. 2 SO4 2- അയോൺസ് പ്ലസ് 2 NH4 പ്ലസ് 5 H2O. അപ്പോൾ എല്ലാ ഘടകങ്ങളായിട്ടുള്ള എല്ലാ അയോൺസും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡബിൾ സോൾട്ടും ഒരു കോർഡിനേഷൻ കോംപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഘടകങ്ങളായിട്ടുള്ള എല്ലാ അയോൺസും ഫോം ചെയ്യും. പക്ഷേ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് അയോണും അതിൻ്റെ കൗണ്ടർ അയോൺസും മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഇനി ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ്. അപ്പോൾ ഞാൻ ഈ കോംപ്ലക്സിൻ്റെ കാര്യം CONS3 6 times Cl3. ഇപ്പോൾ ഇവിടെ ഏത് മാത്രമേ എന്താണ് ലിഗാൻഡുകളായിട്ടുള്ളൂ? NS3 മാത്രമാണ് ലിഗാൻഡുകളായിട്ടുള്ളത്. അപ്പോൾ ഒരു ടൈപ്പ് ലിഗാൻഡ് മാത്രമുള്ള കോംപ്ലക്സുകളെയാണ് വിളിക്കുക ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ്. അപ്പോൾ ലിഗാൻഡ്സ് which possess only one type of complexes which possess only one type of ligands is called homoleptic complex. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഹോമോലെപ്റ്റിക്. അപ്പോൾ ഹെറ്ററോലെപ്റ്റിക് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ, ഒന്നിലധികം ടൈപ്പ് ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ അതിന് വിളിക്കും ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. ഉദാഹരണം PtCl2NS3. ഇവിടെ ക്ലോറിനും ഉണ്ട്, അല്ലെങ്കിൽ Cl- ഉണ്ട്, NS3 ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ലിഗാൻഡുകളുണ്ട്. അടുത്തത് IUPAC നെയിമിംഗ് ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്. ഈ IUPAC നെയിമിംഗ് അറിയുന്നതിന് മുമ്പ് ലിഗാൻസിന്റെ പേരെന്താണെന്ന് അറിയണം. അപ്പോൾ പല ലിഗാൻസിന്റെ പേരുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. Cl- എന്ന് പറയുന്നത് ഫ്ലോറിഡോ എന്നാണ് വിളിക്കുന്നത്. Cl- ഫ്ലോറിഡോ, Br- ബ്രോമിഡോ, I- അയഡിഡോ. ഇതിന്റെയൊക്കെ ചാർജും ഓർത്തിരിക്കണം. ഇപ്പോൾ Cl- എന്ന് പറഞ്ഞതിന്റെ ചാർജ് -1 ആണ്. ബ്രോമിന്റെയും Br-ന്റെയും I- ഒക്കെ ചാർജ് -1 ആണ്. അതുപോലെ NO2-. N ആണ് കോർഡിനേറ്റിംഗ് ആറ്റമെങ്കിൽ നമ്മൾ NO2 എന്ന് തന്നെ എഴുതും. അതിനെ നൈട്രിറ്റോ N എന്ന് വിളിക്കും. അതിൻ്റെയും ചാർജ് -1 ആണ്. ONO ആണെങ്കിലും അതിൻ്റെ ചാർജ് -1 ആണ്.
അതിൻ്റെ പേര് നൈട്രിറ്റോ ഒ എന്നാണ്. നൈട്രിറ്റോ ഒ എന്നാണ്. ഇനി OH മൈനസ് ആണ് അതിന് ഹൈഡ്രോക്സ് എന്ന് വിളിക്കും. അതിൻ്റെ ചാർജ് നോക്കിയാൽ -1 ആണ്. ഇനി CN മൈനസ് അയനോ എന്ന് വിളിക്കും, അതിൻ്റെ ചാർജ് -1. അതുപോലെ NC മൈനസ് ഐസോസൈനോ, അതിൻ്റെ ചാർജ് -1. ഇനി NO ആണ് ന്യൂട്രൽ ലിഗാൻഡാണ്, ചാർജ് ഇല്ലാത്ത ലിഗാൻഡാണ്, അതിന് നൈട്രോസിൻ എന്ന് വിളിക്കും. CO ആണെങ്കിൽ അതിനെ കാർബോണിൽ എന്ന് വിളിക്കും, അതിനും ചാർജ് ഇല്ല, 0 ആണ്. അപ്പോൾ NO CO എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം അതിന് ചാർജ് ഇല്ല. ഇനി NS3ക്കും ചാർജ് ഇല്ല, അതിനെ അമൈൻ എന്ന് വിളിക്കും, AMMINE അമൈൻ. ഇനി H2O വാട്ടറിനെ അക്വ എന്ന് വിളിക്കും, അക്വ, അതിനും ചാർജ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ന്യൂട്രൽ ലിഗാൻഡ്സ് ആണ്. ഇനി CO3 2- അതിനെ കാർബണേറ്റോ എന്ന് വിളിക്കും, കാർബണേറ്റോ. SO4 2- സൾഫേറ്റോ എന്ന് വിളിക്കും. ഇനി NO3 2- ആണെങ്കിൽ അതിന് നൈട്രേറ്റോ എന്ന് വിളിക്കും. ഇപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യം വരുന്ന ലിഗാൻഡുകൾ. അപ്പൊ ലിഗാൻഡുകളുടെ പേരുകൾ ഓർത്തിരുന്നാലേ ഇതിന്റെ എന്താണ് IUPAC നെയിമും അറിയാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ ചില റൂളുകളുണ്ട്. ആ റൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ റൂള്, ആദ്യം കാറ്റയോൺ ആൻഡ് ദെൻ ആനോൺ. ഇപ്പൊ ഏത് കോംപ്ലക്സ് ആണെങ്കിലും കോംപ്ലക്സ് അയോൺ അല്ലെങ്കിലും കാറ്റയോൺ ആദ്യം, അതിന്റെ പേര് ആദ്യം പറയുക, പിന്നെ ആനോണിന്റെ പേര് പറയുക. ഇനി കോംപ്ലക്സ് അയോൺ നെയിം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ലിഗാൻഡ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയണം. അതിനുശേഷമേ മെറ്റൽ അയോണിന്റെ പേര് പറയാവുള്ളൂ. മെറ്റൽ അയോണിന്റെ പേരിന്റെ ലാസ്റ്റ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ അതിന്റെ ചാർജ് റോമൻ ന്യൂമറിൽ എഴുതണം. അപ്പോൾ കോംപ്ലക്സ് അയോണിലെ ലിഗാൻഡ്സ് ഫസ്റ്റ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലിഗാൻഡ്സിന്റെ പേര് പറയുക, ദെൻ മെറ്റലിന്റെ പേര് പറയുക, അതിനുശേഷം ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. ഇനി മൂന്നാമത്തെ, നമ്പർ ഓഫ് ലിഗാൻഡ്സ് റിട്ടൺ ബിഫോർ ദ നെയിം ഓഫ് ലിഗാൻഡ്. ഇപ്പൊ ലിഗാൻഡ് ഇപ്പൊ CN 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഡൈ സൈനോ എന്നായിരിക്കും വിളിക്കുക. അതുപോലെ NS3 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഡൈ അമി എന്ന് വിളിക്കുക. ഇനി 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ പൈ എന്നായിരിക്കും, 4 പ്രാവശ്യം ഉണ്ടെങ്കിൽ ടെട്ര എന്നായിരിക്കും, 5 പ്രാവശ്യം ഉണ്ടെങ്കിൽ പെൻഡ എന്നായിരിക്കും, 6 പ്രാവശ്യം ഉണ്ടെങ്കിൽ എക്സ. അപ്പോൾ ആ ലിഗാൻഡിന്റെ പേരിന് മുമ്പായിട്ട് അത് എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എഴുതണം. ഇനി കീലേറ്റിൻ ലിഗാൻഡുകളാണെങ്കിൽ നമ്മൾ 2ന് പകരം ബിസ് എന്നായിരിക്കും, 3ന് പകരം ട്രിസ് എന്നായിരിക്കും, 4ന് പകരം ടെട്രാക്കിസ് എന്നായിരിക്കും, 5ന് പകരം പെൻറ്റാക്കിസ് എന്നായിരിക്കും എഴുതുക. ഏത് ലിഗാൻഡ്സ് ആണെങ്കിൽ കീലേറ്റിൻ ലിഗാൻഡുകൾ. പിന്നെ കോംപ്ലക്സ് അയോൺ ഒരു നെഗറ്റീവ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് അയോൺ, ചിലപ്പോൾ നെഗറ്റീവ് അയോൺ വരാം. കോംപ്ലക്സ് അയോൺ നെഗറ്റീവ് അയോൺ ആണെങ്കിൽ ഈ മെറ്റൽ ഏറ്റ് എന്നുള്ളതിൽ മെറ്റലിന്റെ നെയിം കഴിഞ്ഞത് ATE എന്ന വേർഡിൽ എൻഡ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാവൂ. ഈ കോംപ്ലക്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന കോംപ്ലക്സിന്റെ IUPAC നെയിം എഴുതണമെങ്കിൽ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ, കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഓരോ ക്ലോറൈഡ് അയോൺസിനും -1 ചാർജാണ്. അപ്പൊ 3 ക്ലോറൈഡ് അയോൺസിന്റെ ചാർജ്, ഒരു ക്ലോറൈഡ് അയോണിന് -1 ചാർജാണ്. അപ്പൊ 3 ക്ലോറൈഡ് അയോൺസിന്റെ ചാർജ് -3 ആയിരിക്കും. 3 ക്ലോറൈഡ് അയോൺസിന്റെ ചാർജ് -3 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ കോംപ്ലക്സ് അയോണിന്റെ ടോട്ടൽ ചാർജ് +3 ആയിരിക്കും. ഇങ്ങനെ +3 ആയാൽ മാത്രമേ ഈ കോംപ്ലക്സ് ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഓരോ Cl- അയോണിന്റെ -3. അപ്പോൾ ഈ കോംപ്ലക്സ് അയോണിന്റെ ടോട്ടൽ ചാർജ് വരണം? +3 വരണം. ഇനി നമുക്കറിയാം അമോണിയ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് അതിന്റെ ചാർജ് 0 ആയിരിക്കും. അപ്പൊ 6 അമോണിയയുടെ ചാർജ് എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവിടെ +3 വരണമെങ്കിൽ കൊബാൾട്ടിന്റെ ചാർജ് എത്രയായിരിക്കണം? +3 തന്നെ ആയിരിക്കണം. കൊബാൾട്ടിന്റെ ചാർജ് +3. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. കൊബാൾട്ടിന്റെ ചാർജ് X എന്ന് കൊടുക്കാം. +6 × 6 അമോണിയയുടെ ചാർജ് 6 × 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയ്ക്ക് തുല്യമായിരിക്കും? +3ക്ക് തുല്യമായിരിക്കും. അപ്പോൾ X + 0 = +3 ദാറ്റ് ഈസ് X = +3. അപ്പോൾ നമുക്ക് എന്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടി? കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എഴുതേണ്ടത് ഇതെല്ലാം ആദ്യം കോംപ്ലക്സ് അയോൺ എഴുതുക. അതായത് പോസിറ്റീവ് ആണ്. ഇതിവിടെ പോസിറ്റീവ് അയോൺ ഏതാണ്? പോസിറ്റീവ് ചാർജുള്ള അയോൺ ഏതാണ്? കോംപ്ലക്സ് അയോൺ ആണ്. ഈ കോംപ്ലക്സ് അയോൺ നെയിം ചെയ്യുമ്പോൾ തന്നെ ആദ്യം ലിഗാൻഡുകൾ എഴുതണം. അപ്പോൾ ലിഗാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ ലിഗാൻഡ് ഉള്ളതാണ് അമോണിയ. അമോണിയയുടെ പേരെന്താണ്? അമൈൻ എന്നാണ്.
അമൈൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. അപ്പോൾ നമുക്ക് എഴുതാം ഹെക്സ. 6 എന്നുള്ളതിന്റെ വാക്ക് എത്രയാണ്? ഹെക്സ. അപ്പൊ ഹെക്സ അമൈൻ, ഹെക്സ അമൈൻ. പിന്നെ ഇതിനകത്ത് വേറെ ലിഗാൻസ് ഒന്നുമില്ല. പിന്നെ നേരെ മെറ്റൽ ഏതാണ്? CO എന്ന് എഴുതി കഴിഞ്ഞാൽ സിയും വലിയ സിയും ചെറിയ ഓയും കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? കൊബാൾട്ട് ആണ്. വലിയ സിയും വലിയ ഓയും ആണെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ വലിയ സിയും ചെറിയ ഓയും മെറ്റൽ കൊബാൾട്ട് ആണ്. അപ്പോൾ നമുക്ക് ഹെക്സാമൈൻ കൊബാൾട്ട് എന്ന് എഴുതാം, കൊബാൾട്ട്. ഇനി ശേഷം ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് നമുക്ക് കിട്ടിയത്? +3. അപ്പൊ അത് റോമൻ ന്യൂമറിൽ 3 എന്ന് എഴുതാം, കൊബാൾട്ട് 3. പിന്നെ ഈ കൗണ്ടർ അയോൺസ് ഇവിടെ ക്ലോറൈഡ് ആണ്. അപ്പോൾ ക്ലോറൈഡ് 3 ക്ലോറൈഡ് ഉണ്ടെങ്കിലും നമ്മൾ വെറുതെ എന്തെന്ന് എഴുതുള്ളൂ? ക്ലോറൈഡ് എന്ന് മാത്രമേ, ട്രൈക്ലോറൈഡ് എന്ന് എഴുതിയല്ല. അപ്പോൾ കൊബാൾട്ട് 3 ക്ലോറൈഡ്, ഇതാണ് ഇതിന്റെ പേര്. അപ്പോൾ പേരൊന്നുകൂടി പറയാം, ഹെക്സാമൈൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു കോംപ്ലക്സ് CrNS3 4 times Cl2 Cl. ഇങ്ങനെ ഒരു കോംപ്ലക്സ് എന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഓക്സിഡേഷനും ക്രോമിയത്തിന്റെ, Cr എന്നത് ക്രോമിയാണ്, ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ Cl കൗണ്ടർ അയോൺ ഒരു Cl മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ചാർജ് അറിയാം, -1. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോംപ്ലക്സിന്റെ ചാർജ് എത്രയായിരിക്കണം? +1 ആയിരിക്കണം. കോംപ്ലക്സിന്റെ ചാർജ് എത്രയായിരിക്കണം? +1. ഇതിന്റെ ടോട്ടൽ ഒരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ഈ മൈനസ് ചാർജ് എത്രയുണ്ടോ അത്രയും ആയിരിക്കണം, അത്രയും പ്ലസ് ചാർജ് ആയിരിക്കണം ഈ ടോട്ടൽ കോംപ്ലക്സിന്റെ ചാർജ്. ഇനി നമുക്കറിയാം, ഇപ്പോൾ Crന്റെ X എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ചാർജ്, ഇതിനകത്തുള്ളതിന്റെ മൊത്തം ടോട്ടൽ ചാർജ് എത്ര വരണം? +1 വരണം. അപ്പൊ അതിനുവേണ്ടി ക്രോമിയത്തിന്റെ ചാർജ് X എന്ന് കൊടുക്കാം. X പ്ലസ് 4 അമോണിയയുടെ ചാർജ് 4 × 0. നമുക്കറിയാം അമോണിയ ന്യൂട്രൽ ലിഗാൻഡാണ്. അപ്പൊ 4 × 0 പ്ലസ് 2 Cl ഉണ്ട് അല്ലെ? 2 Cl ഉണ്ട്. ഓരോ Clന്റെ ചാർജ് എത്രയാണ്? -1. അപ്പൊ 2 × -1 ഈക്വൽ ടു അതിന്റെ ടോട്ടൽ ചാർജ് +1 തുല്യമായിരിക്കും. അപ്പോൾ X പ്ലസ് 4 × 0 ആയിപ്പോയി, പ്ലസ് മൈനസ് 2 × -1 എത്രയാണ്? 2 × -1 -2. അപ്പോൾ X -2 ഈക്വൽ ടു +1. അപ്പോൾ X എത്ര വരും? ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു +3. ഇവിടെ ക്രോമിയത്തിന്റെ ചാർജ് നമുക്ക് കിട്ടി, +3 കിട്ടി. അപ്പൊ ഇതിന്റെ കോംപ്ലക്സിന്റെ പേരെന്താണ്? നെയിം ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ പോസിറ്റീവ് അയോൺ, പിന്നെ നെഗറ്റീവ് അയോൺ. പോസിറ്റീവ് അയോൺ നെയിം ചെയ്യുമ്പോൾ ആദ്യം എന്താണ്? ലിഗാൻസ് ആൽഫബറ്റിക്കൽ ഓർഡർ പറയും. ഏതൊക്കെ ലിഗാൻസ് ആണ് ഇവിടെയുള്ളത്? അമോണിയ ഉണ്ട്, ക്ലോറിഡോ ഉണ്ട് അല്ലേ? അപ്പോൾ അമോണിയ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അമോണിയ അല്ലേ ആദ്യം വരുന്നത്, അമൈൻ അല്ലേ ആദ്യം വരുന്നത്, പിന്നെ അല്ലേ ക്ലോറിഡോ വരുന്നുള്ളൂ. അപ്പൊ ഇത് എത്രയെണ്ണം ഉണ്ട്? 4. അപ്പോൾ നമ്മൾ പേര് എഴുതുകയാണ് ടെട്രാ അമൈൻ. എത്ര ക്ലോറിഡോ ഉണ്ട്? ഡൈ ക്ലോറിഡോ. പിന്നെ ഇത് ലിഗാൻഡുകളെല്ലാം തീർന്നു. അപ്പൊ അടുത്തത് ക്രോമിയം. മെറ്റലാണ് ക്രോമിയം. ബ്രാക്കറ്റിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കണ്ടുപിടിച്ച് നമ്മൾ എഴുതി, +3 ആണ്. അപ്പൊ അത് ക്രോമിയം 3. ഇനി കൗണ്ടർ അയോൺ ഒരു ക്ലോറൈഡ് അയോണാണ്. അപ്പോൾ ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് ഇതിന്റെ നെയിം കിട്ടിയാണ്. ഇപ്പൊ നെയിം ഒന്നുകൂടെ പറയാം, ടെട്രാമൈൻ ഡൈക്ലോ. ഇതിനിടയ്ക്ക് ഗ്യാപ്പൊന്നും വേണ്ട, എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഇരിക്കുന്നതാണ്. ടെട്രാമൈൻ ഡൈക്ലോറിഡോ ക്രോമിയം 3 ക്ലോറൈഡ്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കോംപ്ലക്സ് അയോൺ പോസിറ്റീവ് അയോൺ ആയിരിക്കുമ്പോഴുള്ളതാണ്. ഇനി കോംപ്ലക്സ് അയോൺ നെഗറ്റീവ് അയോൺ ആയിരിക്കുമ്പോൾ ഉള്ള ഒരു കോംപ്ലക്സ് നോക്കാം. അതിന് ഉദാഹരണം വേണ്ടി പറയുകയാണെങ്കിൽ K2ZnOH 4 times.
K2Zn OH 4 ടൈംസ്. ഇവിടെ പോസിറ്റീവ് അയോൺ പൊട്ടാസ്യമാണ്, K എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. അതുപോലെ നെഗറ്റീവ് അയോൺ കോംപ്ലക്സ് അയോൺ ആണ്. ഇനി പൊട്ടാസ്യത്തിന്റെ ചാർജ് നമുക്ക് Zn ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം ആദ്യം. പൊട്ടാസ്യത്തിന് നമുക്കറിയാം ഗ്രൂപ്പ് 1 ആണ്. അപ്പോൾ അതിന്റെ ചാർജ് എത്രയായിരിക്കും? +1 ആയിരിക്കും. നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ആണ് എപ്പോഴും ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനാണ് താല്പര്യം, +1 ആണ്. അപ്പോൾ 2 പൊട്ടാസ്യം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരെണ്ണത്തിന്റെ ചാർജ് +1 ആണ്. അപ്പോൾ 2 പൊട്ടാസ്യം ഉണ്ടെങ്കിൽ അതിന്റെ ചാർജ് ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? +2 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോംപ്ലക്സ് അയോണിന്റെ ടോട്ടൽ ചാർജ് എത്ര വരണം? -2 വരണം. ടോട്ടൽ ചാർജ് എത്ര വരണം? -2 വരണം. അപ്പോൾ ഇവിടെ -2 വരണമെങ്കിൽ ഇതിനകത്തുള്ളതിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കണം? -2 ആയിരിക്കണം. അപ്പോൾ സിങ്കിന്റെ ചാർജ് x എന്ന് കരുതുക. x + 4 OH ഉണ്ട്. അപ്പോൾ ഓരോ OH മൈനസിനും -1 ചാർജാണ്. ഓരോ OH മൈനസിനും -1. അപ്പോൾ ടോട്ടൽ ചാർജ് എത്ര വരും? 4 OHന്റെ ടോട്ടൽ ചാർജ് എത്ര വരും? -1 = -2. അപ്പോൾ x = -2. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 4 × -1 -4 ആയിരുന്നു. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +4 ആവും. എത്ര വരും? +2 വരും. അപ്പോൾ നമുക്ക് സിങ്കിന്റെ ചാർജ് കിട്ടി എത്രയാണ്? +2. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പേര് എഴുതാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ആദ്യം പോസിറ്റീവ് അയോൺ പൊട്ടാസ്യമാണ്. അപ്പോൾ പൊട്ടാസ്യം 2 പൊട്ടാസ്യം ഉണ്ടെങ്കിലും ഡൈപൊട്ടാസ്യം കാര്യമില്ല, പൊട്ടാസ്യം. അപ്പോൾ ഇതിന്റെ പേരെന്തായിരിക്കും? പൊട്ടാസ്യം. ഇത് കോംപ്ലക്സ് അയോണിനെ നെയിം ചെയ്യാണ്. 4 ഹൈഡ്രോക്സോ ഗ്രൂപ്പ് ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടെട്രാ ഹൈഡ്രോക്സോ. ഇനി ഇവിടെ ഇത് കോംപ്ലക്സ് അയോൺ ഒരു നെഗറ്റീവ് അയോൺ ആയതുകൊണ്ട് ഇത് ഏതിൽ എൻഡ് ചെയ്യണം? 8 എൻഡ് ചെയ്യണം. അപ്പോൾ ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ്. ഇതിന്റെ ബ്രാക്കറ്റിൽ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? സിങ്കേറ്റ് 2 എന്നായിരിക്കും ഇതിന്റെ പേര്. ഒന്നുകൂടെ പറയാം, പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് 2. കോംപ്ലക്സ് CONS3 4 ടൈംസ് H2O twice Cl. അപ്പോൾ ഇതിന്റെ ക്ലോറൈഡിന്റെ ചാർജ് -1 ആണ്. ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ -1. അപ്പോൾ ഇതിന്റെ കോംപ്ലക്സ് ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? +1 ആയിരിക്കും. ഇനി ഇതിനകത്തുള്ള ലിഗാൻസിന്റെ ചാർജുകൾ നോക്കുക. H2യുടെ 0 ആണ്, അമോണിയയുടെ 0 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? കൊബാൾട്ടിന്റെ ചാർജ് എത്രയേ വരുള്ളൂ? +1 മാത്രമേ വരുള്ളൂ. കൊബാൾട്ടിന്റെ ചാർജ് +1 മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ എന്ത് വരും? ഇതിനകത്ത് കോംപ്ലക്സ് അയോണിന്റെ ലിഗാൻഡുകളുടെ പേരുകൾ ആദ്യം പറയാം. എത്രയാണ്? 4 അമൈൻ ഉണ്ട്. അപ്പോൾ ടെട്രാ അമൈൻ. എത്ര അക്വയുണ്ട്? 2 എണ്ണം. അപ്പോൾ ഡൈ അക്വ. കൊബാൾട്ട് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 തന്നെയാണ്. അപ്പോൾ കൊബാൾട്ട് 1 ക്ലോറൈഡ് ആയിരിക്കും. കൊബാൾട്ട് 1 ക്ലോറൈഡ് എന്നായിരിക്കും. അതുപോലെ കോംപ്ലക്സ് അയോൺ നെഗറ്റീവ് അയോൺ വരുന്ന വേറൊരു കോംപ്ലക്സ് ആണ് K3AlC2O4 റൈസ്. അപ്പോൾ ഇതിനകത്ത് 3 പൊട്ടാസ്യമാണ്. അപ്പോൾ കാറ്റയോൺ പൊട്ടാസ്യമാണ്, ആനിയോൺ കോംപ്ലക്സ് അയോൺ ആണ്. 3 പൊട്ടാസ്യം ആയതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? +3 ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഈ കോംപ്ലക്സ് അയോണിന്റെ ടോട്ടൽ ചാർജ് എത്ര വരണം? -3. ടോട്ടലായിട്ട് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ചാർജ് -3 വരണം. അപ്പോൾ ഇനി ഇതിനെ -3 വരുമ്പോൾ ഇനി ഓക്സിഡേറ്റീവ് ചാർജ് നേരത്തെ എഴുതിയിട്ടുണ്ട് -2 ആണ്. അപ്പോൾ 3 -2 കൂടിയാൽ എത്രയും ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? -6. അപ്പോൾ ഇവിടെ -3 വരണമെങ്കിൽ ഇതിന്റെ ചാർജ് എത്രയായിരിക്കണം? +3 ആയിരിക്കണം. ഇനി അറിയില്ലെങ്കിൽ x എന്ന് എഴുതിയിട്ട് അലുമിനിയത്തിന്റെ x എന്ന് എഴുതുക. x +3 × -2. ഓരോ ഓക്സിഡേറ്റിന്റെയും -2 ചാർജ് ആണ്. That is equal to -3. or x minus 6 is equal to -3, or x is equal to -3 plus 6, that is equal to +3. അപ്പോൾ അലുമിനിയത്തിന്റെ ചാർജ് കിട്ടിയ എത്രയാണ്? +3. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പേര് എഴുതാനായിട്ട് പറ്റും. പൊട്ടാസ്യം. പൊട്ടാസ്യം എഴുതണ്ട. പൊട്ടാസ്യം
ഈ ഓക്സലേറ്റം എന്ന് പറഞ്ഞാൽ ഒരു കീലേറ്റിംഗ് ലിഗാൻഡാണ്. അതുകൊണ്ട് നമുക്ക് ഇത് 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ ട്രിസ് എന്ന് എഴുതും. ട്രൈ എന്ന് എഴുതുന്നവരും ട്രിസ്. പൊട്ടാസ്യം ട്രിസ് ഓക്സലേറ്റോ, ട്രിസ് ഓക്സലേറ്റോ. ഇതൊരു നെഗറ്റീവ് അയോൺ ആണല്ലോ, -3 ഇതിന്റെ ടോട്ടൽ ചാർജ് വരുന്നത്. അതുകൊണ്ട് 8 അവസാനിക്കണം. അപ്പോൾ അലൂമിനേറ്റ് 3 ആയിരിക്കും ഇതിന്റെ പേര്. അപ്പോൾ പൊട്ടാസ്യം ട്രിസ് ഓക്സലേറ്റോ അലൂമിനേറ്റ് 3. ഇനി ഒരു കോംപ്ലക്സ് അയോണിന്റെ പേര് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഫോർമുല എഴുതാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിളായിട്ട് പൊട്ടാസ്യം ടെട്രാസൈനോനിക്കലേറ്റ് 2, പൊട്ടാസ്യം ടെട്രാസൈനോനിക്കലേറ്റ് 2. അപ്പോൾ ഇതിന്റെ ഫോർമുല എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, പൊട്ടാസ്യം എന്ന് പറഞ്ഞ കെ, ഇനി ബാക്കിയുള്ളത് കോംപ്ലക്സ് അയോൺ ആയിരിക്കും. ടെട്രാസൈനോനിക്കലേറ്റ് നിക്കൽ എന്ന് പറഞ്ഞതിന്റെ സിമ്പിൾ എന്താണ്? Na. സൈനോ എന്ന് പറഞ്ഞ Cn. എത്ര സൈനോ ഉണ്ട്? 4. അപ്പോൾ അത്രയും കോംപ്ലക്സ് ബ്രാക്കറ്റിനകത്ത് ഇടുക. അപ്പോൾ പൊട്ടാസ്യത്തിന്റെ നമ്പർ നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ അറിയാം അല്ലേ? അപ്പോൾ പൊട്ടാസ്യം ടെട്രാസൈനോനിക്കലേറ്റ്. അപ്പോൾ ഇനി ഇതിന്റെ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? +2. നമുക്കറിയാം ഓരോ സൈനൈഡ് അയോണിനും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചാർജ് എത്രയാണ്? -1. അപ്പോൾ 4 സൈനൈഡ് അയോണിന്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? -4. അപ്പോൾ +2ഉം -4ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? +2ഉം -4ഉം കൂടെ കൂട്ടിയാൽ -2 ആയിരിക്കും. അപ്പോൾ ഈ -2നെ ബാലൻസ് ചെയ്യാൻ ഇവിടെ എത്ര പൊട്ടാസ്യം വേണ്ടി വരും? 2. നമുക്കറിയാം പൊട്ടാസ്യം ചാർജ് +1 ആണ്. അപ്പോൾ 2 പൊട്ടാസ്യം വേണം. അപ്പോൾ K2 നമുക്ക് ഫോർമുല ഡയറക്റ്റ് എഴുതാം. K2 NiCN 4 times. ഇതായിരിക്കും ഇതിന്റെ ഫോർമുല. അപ്പോൾ നമുക്ക് ഇതിന്റെ നെയിം തന്നു കഴിഞ്ഞാൽ ഫോർമുല എഴുതാനും സാധിക്കും.